ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ വീശിയടിച്ച ആൽഫ്രഡ് ചുഴലിക്കാറ്റിൻ്റെ ഭീതിയിലാണ് അവിടുത്തെ ജനങ്ങളെന്ന് ഓസ്ട്രേലിയയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ബ്രിസ്ബെയിൻ നഗരവും സമീപ പ്രദേശങ്ങളും ചുഴലിക്കാറ്റിൽ നിന്ന് കരകയറിയെങ്കിലും മലയാളികൾ ഉൾപ്പെടെ അവിടെയുള്ള ആളുകൾ വലിയ ആശങ്കയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഓസ്ട്രേലിയയിലെ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഓസ്ട്രേലിയയിൽ ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ബ്രിസ്ബെയിൻ നഗരവും സമീപ പ്രദേശങ്ങളും ആൽഫ്രഡ് ചുഴലിക്കാറ്റുണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും മെല്ലെ വിമുക്തമാവുകയാണ്. ദിവസങ്ങൾ നീണ്ട ഭീതിയുടെയും ആശങ്കകളുടെയും മണിക്കൂറുകൾക്കാണ് വിരാമമാകുന്നത്. സിനിമകളിലും ചിത്രകഥകളിലും മാത്രം കണ്ടുശീലിച്ച ചുഴലിക്കാറ്റ് തങ്ങൾക്കു നേരെ പാഞ്ഞെടുക്കുന്നു എന്ന് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും പാനിക്കായി. കാരണം ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഇവിടെ ക്യൂൻസ്ലാൻഡിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാറ്റഗറി 2 കാറ്റ് ഏത് നിമിഷവും കാറ്റഗറി 3 മാറാമെന്നും ജീവന് വരെ ഭീഷണി ഉയർത്താമെന്നും മുന്നറിയിപ്പ് വന്നപ്പോൾ ആശങ്കയും അനിശ്ചിതാവസ്ഥയും കൂടി വന്നു. പെട്ടെന്ന് പോലീസ് വന്ന് ഇവിടുന്ന് മാറാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നൊരു സംഭ്രാന്തി ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തത് അത്യാവശ്യ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് ഇവിടെ നിന്നും പോലീസിന്റെ നിർദ്ദേശാനുസരണം കോസ്റ്റൽ സൈഡ് താമസിക്കുന്നതുകൊണ്ട് അടുത്ത ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് മാറുകയാണ് ചെയ്തത്. ആൽഫ്രഡ് തീരം തൊടാൻ വൈകിയപ്പോൾ വീണ്ടും ആശങ്കയുടെ ദിനങ്ങൾ. വേഗം കുറഞ്ഞതുകൊണ്ട് പ്രഹരശേഷി കൂടാമെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. അത്യാവശ്യം പ്രിപ്പയർഡ് ആയിട്ട് ഇത് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് അത് പിന്നെയും ഡിലേഡ് ആയി. ഒരു ദിവസം കൂടി ഡിലേഡ് ആയി. അപ്പോൾ പിന്നെയും ആക്ച്വലി നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ അങ്ങ് എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് വിളിക്കുന്നു, ഇങ്ങോട്ട് വിളിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ കൺഫ്യൂഷൻ. ഗവൺമെൻറ് കൂടെ ഉണ്ട്, നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, ഇൻഫർമേഷനൊക്കെ ഫുള്ളി അവൈലബിൾ ആയിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം നെറ്റ്വർക്ക് ഡൗൺ ആകുന്നു, ഷോപ്സ് ക്ലോസ്ഡ് ആകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്കൂളുകൾ അടച്ചിട്ടു, പൊതുഗതാഗതം നിർത്തിവെച്ചു. എല്ലാം സ്തംഭിപ്പിച്ച് ആൽഫ്രഡിന്റെ വരവിനായുള്ള കാത്തിരിപ്പ്. എന്നാൽ കര തൊടാൻ തയ്യാറെടുക്കുമ്പോൾ ആൽഫ്രഡിന്റെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ കുറവായിരുന്നു. ആശ്വാസത്തിന്റെ നെടുവീർപ്പുകൾ. ശരിക്കും പറഞ്ഞാൽ കാറ്റിന്റെ ശക്തി കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു റിലീഫ് ആയത്. അതുവരെ ഭയങ്കര ടെൻഷനായിരുന്നു. ശക്തി ക്ഷയിച്ചെങ്കിലും ആൽഫ്രഡ് കൂടെ കൊണ്ടുവന്നത് ശക്തമായ മഴയും വെള്ളപ്പൊക്കവും. ലക്ഷക്കണക്കിന് വീടുകളിൽ വൈദ്യുതി നിലച്ചു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. മലയാളികളെല്ലാം സുരക്ഷിതരാണ്. ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞതുമൂലം വസ്തുവകകൾക്കൊന്നും കാര്യമായ നഷ്ടമുണ്ടായില്ല. ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. ആൽഫ്രഡ് പോലുള്ള ചുഴലിക്കാറ്റുകൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള ബ്രിസ്ബെയിൻ ജനത. ബ്രിസ്ബെയിനിൽ നിന്നും ക്യാമറമാൻ അൽവിൻ ജോസഫിനൊപ്പം സ്വരാജ് സെബാസ്റ്റ്യൻ, 24.